ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാ വീട്ടമ്മമാർക്കും പ്രയോജനപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാട്ടോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ നല്ല പഴുത്ത് ചീഞ്ഞ് പോയ ഒരു തക്കാളിയാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം തക്കാളിക്കൊക്കെ നല്ലോണം വില കൂടിയ സമയത്ത് ഇതേപോലെ ചീഞ്ഞ തക്കാളിയൊന്നും ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നല്ലോണം പഴുത്ത് ചീഞ്ഞ തക്കാളിയാണിത്. അപ്പോൾ ഇതാ ഞാൻ വീട്ടിലെ കത്തിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലോണം കുറച്ച് തുരുമ്പെടുത്തിട്ടുള്ള കത്തിയാണ്. അത്ര മൂർച്ചയില്ല, പിന്നെ നല്ലോണം തുരുമ്പെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കാത്ത കത്തിയാണ്. അപ്പോൾ ഈ ഒരു കത്തിൻ്റെ മുകളിലുള്ള തുരുമ്പ് കറയും അതേപോലെ അഴുക്കും എല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു കത്തിയിലോട്ടേക്ക് കുറച്ച് പേസ്റ്റ് ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേസ്റ്റും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു കത്തിൻ്റെ ഈ രണ്ട് ഭാഗത്തും നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ചീഞ്ഞ തക്കാളി എടുത്തിട്ട് നല്ലോണം ഒന്ന് ഉരച്ചു കൊടുക്കട്ടോ. ഈ ഒരു കത്തിൻ്റെ രണ്ട് സൈഡിലും ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കട്ടോ. അപ്പം നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു കത്തിയിലുള്ള എല്ലാ തുരുമ്പ് കറയും പോയിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു കത്തി പുതിയതുപോലെ തന്നെ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തക്കാളി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നാരങ്ങ ഉണ്ടാവുമല്ലോ, ചെറുനാരങ്ങ, ആ ഒരു നാരങ്ങൻ്റെ പകുതി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുത്താലും നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. കത്തിൻ്റെ മുകളിലുള്ള എല്ലാ തുരുമ്പ് കറിയും അതേപോലെ നമ്മൾ എന്തെങ്കിലും ഉപ്പേരിക്കൊക്കെ മുറിച്ച് പച്ചവാഴക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ആ ഒരു കറയൊക്കെ കത്തിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ അതെല്ലാം പോയി കിട്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കത്തി ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കാം. ചീഞ്ഞ തക്കാളി അതേപോലെ കേടായ ലെമണൊക്കെ കയ്യിലുണ്ടെങ്കിൽ ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ദാ ഈ ഒരു കത്തി നല്ല രീതിയിൽ തന്നെ ഏകദേശം കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മൂർച്ച ആക്കിയെടുക്കാം. അപ്പോൾ ഉപയോഗിക്കാത്ത കത്തിയായിരുന്നു. ഇതിപ്പോൾ ഒരു വിധമൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ കത്തി നമുക്കൊന്ന് മൂർച്ചയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു സെറാമിക്കിൻ്റെ കപ്പ് ഇതാ അതേപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കത്തി നല്ലോണം മൂർച്ചയായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. രണ്ട് സൈഡും ഇതേ രീതിയിൽ നമ്മളൊന്ന് ഉരച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഏത് മൂർച്ചയില്ലാത്ത കത്തിയായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ മൂർച്ച കൂട്ടി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പച്ചക്കറിയോ അല്ലെങ്കിൽ ഉള്ളിയോ ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലികൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. കത്തി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ നല്ല മൂർച്ചയുള്ള കത്തിയാകുമ്പോൾ നമുക്ക് ആ ജോലിനോട് തന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ജോലി എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും ചെയ്യും. മൂർച്ചയില്ലാത്ത കത്തിയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ജോലിനോട് തന്നെ ഒരു മടുപ്പ് വരും, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചെയ്ത് തീർക്കാനും പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ജോലികൾ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ നമ്മുടെ ഉപയോഗിക്കാത്ത കത്തിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇതേപോലത്തെ തവികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഫ്രൈ പാൻ ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല ഈ തവികളൊക്കെ നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമായത് കാരണം തണുപ്പടിച്ചിട്ട് ഈ ഒരു തവികൾക്കെല്ലാം ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു വൈറ്റ് കളറിൽ പൂപ്പൽ ഫംഗസൊക്കെ ഇതേപോലെ കെട്ടിയിട്ടുണ്ടാവും, പൂപ്പൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു തവികൾക്ക് പൂപ്പൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെഴുക്ക് ഇതേപോലെ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത്, വെളിച്ചെണ്ണ, ഓയിലോ എണ്ണ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കട്ടോ. അപ്പം ആദ്യം തന്നെ ഇതേപോലെ പൂപ്പൽ പിടിച്ചിട്ടുള്ള തവിയാകുമ്പം നല്ലോണം ഒന്ന് കഴുകിയെടുക്കട്ടോ. കഴുകിയിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. തുടച്ചതിന് ശേഷം ആവണം നമ്മൾ ഇതേപോലെ ഈ തവികൾക്കൊക്കെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാൻ കേട്ടോ. ഇതേപോലെ എണ്ണ തേക്കുന്ന സമയത്ത് ഇതാ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു തവികളൊക്കെ നല്ല പുത്തനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പം നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്ന ഇതേപോലത്തെ തവികൾക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇതേപോലെ എണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുതിയതുപോലെ തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പം ഒരു തണുപ്പടിച്ചിട്ട് ഇതേപോലെ ബ്ലാക്ക് കളറിൽ പൂപ്പലൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇടയ്ക്കൊക്കെ ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തവികളെല്ലാം നല്ല രീതിയിൽ തന്നെ പുതിയതുപോലെ തന്നെ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. തവികളുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് എണ്ണ തടവി കൊടുക്കുക കേട്ടോ. എന്നിട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു തവികളുടെ പുതുമ നഷ്ടപ്പെടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചെന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു സ്പൂൺ വിനാഗിരി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് മുഴുവനും വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വിനാഗിരി കുറച്ച് ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇതൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് ഒഴിച്ച് മാറ്റാം. എന്നിട്ട് ഞാനിത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം മഴക്കാലമായത് കാരണം നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു പുഴു വരാൻ തുടങ്ങും. നമ്മുടെ ചെടികളെല്ലാം നശിപ്പിക്കും ആ ഒരു പുഴു വന്നിട്ട്. അതേപോലെ ചെറിയ തരം ഈച്ചകളും പ്രാണികളും വണ്ടുകളൊക്കെ വന്നിട്ട് നമ്മുടെ ചെടികളും അതേപോലെ തന്നെ കായ്കളും പച്ചക്കറിത്തോട്ടമൊക്കെ നമുക്ക് നശിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് അവകളൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ് കേട്ടത്. ഈ ഒരു വിനാഗിരിൻ്റെ സ്മെല്ലുള്ളത് കാരണം ഒരിക്കലും ഉറുമ്പോ അല്ലെങ്കിൽ ഈച്ച പ്രാണികളോ ഒന്നും നമ്മുടെ ഇലകൾ നശിപ്പിക്കില്ല. അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ ആകുമ്പം പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പം തന്നെ നമുക്ക് അതൊക്കെ നശിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് അവകളെല്ലാം തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെയാണ് കേട്ടത്. ഇപ്പോൾ ഇതാ മുളകുമരമാണ്. ഇത് നല്ലോണം കായ്ക്കുന്ന മുളകുമരമായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഇപ്പോൾ അതാ പ്രാണികൾ വന്ന് ഇലക്കെ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്രാണികളെല്ലാം നശിപ്പിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കുക. വിനാഗിരി പിന്നെ എല്ലാവരുടെ കിച്ചണിലും ഉണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണല്ലോ വിനാഗിരി. അപ്പം വളരെ കുറച്ച് മാത്രം വിനാഗിരി ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. വിനാഗിരി ഓവറായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നശിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം വളരെ കുറച്ച് മാത്രം വിനാഗിരി ഒഴിച്ചിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത് തെളിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ചെടികളിൽ വരുന്ന പ്രാണികളെയും അതേപോലെ വണ്ടുകളെയും ഈച്ചകളെയും ഒക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. റോസാ ചെടികൾക്കൊക്കെ പ്രത്യേകിച്ച് അതിൽ മുഴുവനായിട്ടും പ്രാണികളും പുഴുകളൊക്കെ വന്നിട്ട് പൂവിടുന്ന ചെടികളൊക്കെ ആകുമ്പോൾ നശിപ്പിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ഹാങ്ങറാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഹാങ്ങറിലോട്ടേക്ക് ഞാനൊരു പാഡ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാഡിൻ്റെ ഈ ഒരു പശയുള്ള ഭാഗം ഞാനിതിൻ്റെ ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അവിടെ ഒട്ടി നിന്നോളൂ കേട്ടോ. ഇനി ഞാനിതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചൂല് കൊണ്ട് അടിച്ചു വാരാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവുമല്ലോ, അൽമാരിൻ്റെ അടിയിൽ സോഫൻ്റെ അടിയിലൊക്കെ നമുക്ക് ഇതേ രീതിയിലൊന്ന് ഈ ഒരു ഹാങ്ങർ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ അടിവശത്തുള്ള മുടിക്കെട്ടും അതേപോലെ പൊടിയും എല്ലാം നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് പൊടികളുണ്ടാവും, നമ്മുടെ കണ്ണിൽ കാണാത്ത ഒരുപാട് പൊടികളുണ്ടാവും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ ഈ ചൂലെത്താത്ത ഭാഗങ്ങളിലും മോപ്പെത്താത്ത ഭാഗങ്ങളിലൊക്കെ ഇതേ രീതിയിൽ നമ്മൾ ഹാങ്ങർ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള മുടിക്കെട്ടും മാറാലയും പൊടിയും എല്ലാം നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കുക. ഇതേ രീതിയിൽ ഇതിൻ്റെ അടിവശത്തൊക്കെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പാഡിലായിരിക്കും കേട്ടോ അതെല്ലാം നമുക്ക് കിട്ടാനായിട്ട് പറ്റാം. പൊടിയും മുടിക്കെട്ടും മാറാലും എല്ലാം ഈ ഒരു പാഡിൽ ഇങ്ങനെ ഈ ഒരു പശ ഉള്ളത് കാരണം ഇതിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒട്ടി വന്നോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം.
അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പാഡ് തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പാഡ് 3ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 3ആയിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 3 ഇതേപോലെ കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു പാഡിൽ ഇതേ രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ബാഡ് സ്മെല്ലുള്ള എല്ലാ ഭാഗത്തും ഇതൊന്ന് വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഈ ഒരു കംഫർട്ടിൻ്റെ സ്മെല്ല് തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാവർക്കും കംഫർട്ടിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ള ഒരു സ്മെല്ല് തന്നെയാണല്ലോ. അപ്പോൾ ഈ ഒരു 3 പാഡിൻ്റെ ഈ ഒരു 3 കഷ്ണത്തിലും ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫസ്റ്റ് വെക്കാൻ പോകുന്നത് ഞാൻ കബോർഡിൻ്റെ ഉള്ളിലാട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന അൽമാരിൻ്റെ ഉള്ളിലും അതേപോലെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് തന്നെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഷർട്ടൊക്കെ തൂക്കിയിടുന്ന ഹാങ്ങറിനെ അടിവശത്ത് കാണാത്ത ഭാഗങ്ങളിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് തന്നെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ കുറേ കാലം ഈ ഒരു സ്മെല്ല് നമുക്ക് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്മെല്ല് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇത് പറിച്ചിട്ട് ഇതേപോലെ അതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറേ കാലം നമുക്ക് ഈ ഒരു സ്മെല്ല് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്ന് ഞാൻ കബോർഡിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചിട്ടുണ്ട്, ഒന്ന് അതുപോലെ ഞാൻ ബാത്റൂമിൽ ഡോറിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ ജനലിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ബാത്റൂമിൽ വരുന്ന എല്ലാ ബാഡ് സ്മെല്ലും പോയിട്ട് നല്ലൊരു സ്മെല്ല് തന്നെ നമുക്ക് ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ഈ ഒരു കംഫർട്ടിൻ്റെ സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഒരു പീസ് ഞാൻ ബാത്റൂമിൽ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, ഒരു പീസ് കബോർഡിൻ്റെ ഉള്ളിലും ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പീസ് ഒട്ടിക്കുന്നത് ഷൂവിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയത് കാരണം സ്കൂൾ ഷൂ ഒക്കെ കുട്ടികൾ ഇടുന്ന സ്കൂൾ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ ഇതേപോലെ ഷൂവിൻ്റെ ഉള്ളിലും ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നമുക്ക് ഈ ഒരു നല്ല സ്മെല്ല് തന്നെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് അപ്പോൾ ഇതേപോലെ അൽമാരിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഡോറിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ കാണാത്ത സ്ഥലങ്ങളിൽ ഹാങ്ങറിൻ്റെ അടിവശത്തൊക്കെ ആയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ നമ്മൾ ഡ്രസ്സും ഈ ഒരു സ്മെല്ല് തന്നെ നമുക്ക് കിട്ടാനായിട്ട് പറ്റും. ഈ ഒരു സ്മെല്ല് പോകുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇത് പറിച്ചിട്ട് വീണ്ടും കുറച്ചും കൂടെ കംഫർട്ട് ഒഴിച്ചിട്ട് വീണ്ടും ഇതേ രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഈ ഒരു സ്മെല്ല് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്ത പീസ് ഞാൻ ഒട്ടിക്കുന്നത് ഇതേപോലെ ബാത്റൂമിലാട്ടോ. ബാത്റൂമിൽ ഉണ്ടാവുന്ന എല്ലാ ബാഡ് സ്മെല്ലും പോയിട്ട് നമുക്ക് ഈ ഒരു കംഫർട്ടിൻ്റെ സ്മെല്ല് തന്നെ ആയിരിക്കും ബാത്റൂമിൽ കയറുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ. ഡോറിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ ജനലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതേ രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇന്ന് കാണിച്ച ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ്. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.